നമ്മളുടെ എല്ലാം വീടുകളിൽ ഉണ്ടാവുന്ന വേസ്റ്റ് കണ്ടോ, ഇത് വാഴയില, വാഴയുടെ തണ്ട്, അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മറ്റേ പച്ചക്കറി വേസ്റ്റ്, അടുക്കള വേസ്റ്റ്, ഇതൊക്കെ നമുക്കുണ്ട്. ഇതിപ്പോൾ ശരിക്കും നമ്മൾ എല്ലാ ദിവസവും ഞാനിത് കളക്ട് ചെയ്തിടുന്നതാണ്, നമ്മുടെ വീട്ടിൽ കളക്ട് ചെയ്തിരുന്നതാണ്. ഇതൊരു 10 ദിവസമായിട്ടുണ്ടാവും മൊത്തം എല്ലാം കൂടി വരും, അത്രേ ഉണ്ടാവുള്ളൂ. 10 ദിവസം. ഇത് വാഴയുടെയൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ഇത് കരിയില, മറ്റ് വീട്ടിലെ പച്ചക്കറികൾ, മറ്റ് വേസ്റ്റ്, എല്ലാത്തരം ജൈവ വേസ്റ്റുകളും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ അയൽവക്കത്തെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് കൂടെ നമുക്ക് കളക്ട് ചെയ്താം. അല്ലെങ്കിൽ അടുത്ത മാർക്കറ്റിൽ കിട്ടുന്ന വേസ്റ്റ് തൊട്ടടുത്ത് നമുക്ക് ഓരോ ദിവസം നമുക്ക് കളക്ട് ചെയ്യാവുന്ന വേസ്റ്റ് ഇതുപോലെ നമ്മളിത് കളക്ട് ചെയ്യുക കണ്ടോ. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന മിക്സ് നമ്മുടെ അഗ്രി പോയിന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഈസി കമ്പോസ്റ്റർ എന്നൊരു സാധനം മാത്രം മതി. ചകിരിച്ചോറിൽ മിക്സ് ചെയ്ത് ആ സാധനം ഇത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നമ്മളിതുണ്ടോ, ഇത് ചെയ്യുന്ന സംഭവം ഇത് 10 ദിവസമായി. ഇത് ഒരു 30 ദിവസം കഴിയുമ്പോൾ ഇതെങ്ങനെയാവുന്ന നോക്കൂ. നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് 30 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കോളൂ. ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചേ കണ്ടോ, 30 ദിവസം കഴിഞ്ഞ ആ തരം വേസ്റ്റ്. അത് തന്നെ എൻ്റെ പറമ്പിൽ തന്നെയുള്ള വേസ്റ്റാണ് ഇത് മുഴുവൻ, വേറെ ഒന്നും ഞാൻ പുറമേ ഒന്നും എടുത്തില്ല കേട്ടോ. നമുക്ക് പറമ്പിൽ തന്നെയുള്ള വേസ്റ്റാണ് ഈ വേസ്റ്റ്. ഇതിൻ്റെ ഇതുണ്ട്, നല്ല ഉഗ്രൻ ജൈവവളമായി കഴിഞ്ഞു. നല്ല ഒറിജിനൽ ഓർഗാനിക് ജൈവവളം എന്ന് പറയുന്ന സാധനം. അത് പ്രത്യേകിച്ച് നമ്മൾ ഒന്നും വലിച്ചു കെട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിത് നേരെ ചെടിയുടെ ചുവട്ടിലേക്ക് നമ്മൾ ഒരു ദിവസം ഒന്ന് പുറത്ത് വിരിച്ചിടുക. അതിനുശേഷം നമുക്ക് ഏത് തരം ചെടികൾക്കും, തെങ്ങിനോ കവുങ്ങിനോ വാഴയ്ക്കോ മറ്റ് ചെടികൾക്ക് എന്തിനും നമുക്ക് ഉപയോഗിക്കാം. നമുക്കിത് കണ്ടോ, നമ്മുടെ എൻ്റെ വീട്ടിൽ ഞാനിതല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കില്ല. എൻ്റെ പറമ്പിൽ മൊത്തം ഈ വളം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് നമുക്ക് ഒരു ഹോസ്റ്റലുകാർക്കൊക്കെ നമുക്ക് മാതൃകാപരമായിട്ട് ചെയ്യാം. കൂടുതൽ വേസ്റ്റ് ഉണ്ടാക്കുന്നവർക്ക് ചെയ്യാം. ചെറിയ ചെറിയ ഹോട്ടലുകാർക്ക് ചെയ്യാം. ഇവർക്കെല്ലാം ചെയ്യാവുന്ന. ആകെ വേണ്ടത് ഇതുപോലെ 2 ബിന്ന്, അല്ലെങ്കിൽ ഇത് വിൻഡ്രോ കമ്പോസ്റ്റ് ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു വലിയ പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നല്ല എയർ കിടക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ ആ പാത്രത്തിൽ ഇത് ചെയ്തെടുക്കാം. ഈസി കമ്പോസ്റ്റർ മാത്രം മതി. അത് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഏത് ജൈവ വേസ്റ്റും നമുക്ക് നല്ല ഒറിജിനൽ വളമാക്കി മാറ്റാം. നമുക്ക് വീടുകളിൽ ഇനി വളം മേടിക്കേണ്ട പ്രശ്നമില്ല. നമ്മുടെ പരിസരം ഒരിക്കലും മലിനമാകില്ല. നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. ചെറിയ ചെറിയ ഹോട്ടലുകൾക്ക്, ഒരു 10 or 20 പേര് താമസിക്കുന്ന ചെറിയ കൊച്ചു ഹോസ്റ്റലുകൾ, ഇവർക്കെല്ലാം ഉപയോഗിക്കാവുന്ന മാതൃകാപരമായൊരു സാധനമാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതേപറ്റി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറുണ്ട്, നിങ്ങൾ അതൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി.